നമസ്കാരം. ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. വേടൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. എനിക്ക് വേടൻ്റെ കാര്യത്തിൽ യാതൊരു വേടനോട് വിരോധമോ വ്യക്തിപരമായി വേടനോട് ഏതെങ്കിലും രീതിയിൽ വേടനെ എടുത്തിട്ട് അലക്കണമെന്നോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം വേടനെക്കുറിച്ച് ശക്തമായിട്ട് പരാമർശിക്കുന്ന രീതിയിലായിരുന്നു എനിക്ക് വീഡിയോ ചെയ്യേണ്ടിയിരുന്നത്. അതിനകത്ത് പറയാൻ എനിക്ക് എൻ്റേതായ പല കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വേടനെതിരെ വന്നിരിക്കുന്ന ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയേണ്ടി വരുന്നത് ഒരൊറ്റ കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, അത് സിനിമാക്കാരുടെ വിഷയം വന്നപ്പോഴും ഞാൻ പറയുന്നത് ഈ ഒരു വിഷയം തന്നെയായിരുന്നു. വേടനെതിരെ പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ 2-3 വർഷം പരാതി കൊടുക്കാൻ കാത്തിരുന്നു? എനിക്കതാണ് അറിയേണ്ടത്. പിന്നെ ഈ കേരളത്തിലെ പല ജില്ലകളിലും വെച്ച് പല സ്ഥലത്തും അയാൾ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഈ പല സ്ഥലത്തും ഇവരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയതാണോ? കൺസേൺഡോടുകൂടി നടന്നിരിക്കുന്ന ഒരു ശാരീരിക ബന്ധത്തിനകത്ത് ഏതെങ്കിലും വിരോധം മനസ്സിൽ കയറിപ്പറ്റുമ്പോൾ പിന്നെ അതിനെ പീഡന കേസാക്കി മാറ്റുന്ന ഈ ഒരു ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രവണതയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു അവസാനം വരേണ്ടിയിരിക്കുന്നു. വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. കാരണം ഒരു പ്രശസ്തിയുടെ മറവിൽ ഇത്രമാത്രം സ്ത്രീ പീഡന കേസുകളും അതുപോലെ തന്നെ ലഹരി കേസുകളും നേരിടുന്ന ഒരു വ്യക്തി, അത് കേരള സമൂഹത്തിനൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഇത്രയും കേസുകളിൽ ഉൾപ്പെട്ടതിന് ശേഷം പോലും അദ്ദേഹം കോടതിയിൽ ഒരു കേസിനും വിചാരണ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടുമില്ല. പുള്ളിയുടെ കുറ്റം എന്താണെന്നോ അതിനുള്ള നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ വിധി എന്താണെന്നതോ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ പുള്ളി എഴുതിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പാർട്ടിയെ വിഷയമാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരെ നമ്മുടെ സർക്കാർ പോയിരിക്കുന്നു. കാരണം ഇതെല്ലാം വോട്ട് ബാങ്കാണ്, വേറെ ഒന്നും നോക്കിയിട്ടുള്ള പരിപാടിയല്ല. ഇതെല്ലാം അത് നോക്കിയിട്ട് തന്നെയാണ്. എങ്കിലും ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പ് പറയുകയാണ്, ഒരു കാരണവശാലും പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ആ പീഡനം നടന്ന നിമിഷം, ആ സെക്കൻഡിൽ, ഇപ്പം നമുക്കറിയാം നടിയെ പീഡിപ്പിച്ച സംഭവം, അത് ഒരിക്കൽ മാത്രം നടന്നൊരു സംഭവമാണ്. ആ സംഭവം നടന്നു അന്നേ രാത്രിയിൽ തന്നെ, നേരം വെളുക്കുന്നതിന് മുന്നായി തന്നെ അത് പോലീസിന് മുന്നാകെ പരാതിയായി എത്തുന്നു. സത്യത്തിൽ അത് പീഡനം എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേങ്കിൽ 2-3 വർഷം കഴിഞ്ഞിട്ട് ഈ പോകുന്ന പരാതിക്ക് അത് പീഡനം എന്ന് പറയാൻ പറ്റില്ല. അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. നിയമം ഒരു സ്ത്രീക്ക് അനുവദിച്ചിരിക്കുന്ന ചില പ്രിവിലേജസ് അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ചില പഴുതുകളിലൂടെ കയറി ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ, ഒരു സ്ത്രീയുടെ അവകാശമായിട്ടാണ് അത് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെയുള്ള കുറേ പ്രശ്നങ്ങളായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ പലർക്കും ഇന്ന് പലരെയും പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പല തൊഴിൽ സ്ഥാപനങ്ങളിലും സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ തന്നെ ചില പ്രത്യേക ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് ജോലി കൊടുക്കാൻ പോലും ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ജോലി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ പ്രധാന കാരണമെന്ന് പറയുന്നത് നിയമം ചിലർക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ചില പ്രത്യേക പ്രിവിലേജസാണ്. ആ പ്രിവിലേജസിലൂടെയാണ് ഇവർ നാളൊരു സമയത്ത് ഇവരുടെ എന്തെങ്കിലും ഒരു തെറ്റ് ഒരു തൊഴിൽ ദാതാവ് ആരോപിച്ചാൽ അല്ലെങ്കിൽ അയാൾ കണ്ടുപിടിച്ചാൽ അയാൾക്കെതിരെ ഈ വ്യക്തി ചിലപ്പോൾ അതൊരു അയാളോട് പക വീട്ടാനുള്ള ഒരു സംഗതിയായിട്ട് ചിലപ്പോൾ എടുത്ത് ഉപയോഗിച്ചേക്കാം. ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചില പ്രത്യേക വ്യക്തികളെ, ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെ പോലും, ഞാൻ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, ഇതിൽ തൊഴിൽ നിഷേധിക്കുന്ന സാഹചര്യം പോലും നിലവിലുണ്ടാകുന്നു. അല്ലാതെ ആ സമുദായത്തെ മാറ്റി നിർത്തുന്നതല്ല. പക്ഷേ നിയമം അവർക്ക് കൊടുത്തിരിക്കുന്ന ചില ആനുകൂല്യങ്ങൾ ചിലപ്പോൾ ചില തെറ്റായ ആവശ്യങ്ങൾക്ക്
അവരെടുത്ത് ഉപയോഗിച്ചേക്കാം എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് പലരെയും മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അതാണ് ഇപ്പോൾ നമ്മുടെ ചലച്ചിത്ര നടൻ കൃഷ്ണകുമാറിൻ്റെ കേസ് തന്നെ സംഭവിച്ചപ്പോൾ നമ്മൾ കണ്ടില്ലേ. അവസാനം കാര്യം പറഞ്ഞു വന്നപ്പോൾ അവരെന്ത് പറഞ്ഞു? ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം പിന്നീട് പറഞ്ഞപ്പോൾ എന്ത് വന്നു? കൃഷ്ണകുമാർ പറഞ്ഞു, ഞാൻ നായരാണ്, എൻ്റെ ഭാര്യ ഈഴവയാണ്, എൻ്റെ മകൾ കല്യാണം കഴിച്ചിരിക്കുന്ന ബ്രാഹ്മണയാണ്, ഇതിനകത്ത് ഞങ്ങൾ എവിടെയാണ് കാസ്റ്റ് എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ജാതിയില്ല. അപ്പോൾ എല്ലാ സമുദായവും പുള്ളിയുടെ വീട്ടിലുണ്ട്. അപ്പോൾ പുള്ളി എന്തായി? അപ്പോൾ ഈ പുള്ളിക്കെതിരെ ഈ ഒരു ആരോപണം നിലനിൽക്കുന്നില്ലെന്നായി. അതോടെ അതിൻ്റെ കാറ്റ് പോയി കിട്ടി. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള കുറച്ച് ചില നന്മ കരുതി, കാരണം എന്ന് വെച്ചാൽ ഇത്തരം നിയമങ്ങൾ ഞാൻ നോക്കി മനസ്സിലാക്കിയെടുത്തോളം ഇത്തരം നിയമങ്ങൾ സമൂഹത്തിൽ നമ്മുടെ ഭരണഘടനയിലും എല്ലായിടത്തും നമുക്കത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ, നിയമജ്ഞർ അത്തരം നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ ചില തെറ്റുകൾ സമൂഹത്തിൽ സംഭവിച്ചാൽ ആ തെറ്റിൽ ഉൾപ്പെടുന്ന പ്രതികളെ അവർ രക്ഷപ്പെടാത്ത രീതിയിൽ അവരെ വരിഞ്ഞു പൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ അത് തെറ്റായ അർത്ഥത്തിൽ ചിലരെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് എനിക്കിവിടെയും പറയാനുള്ളത്. വേടൻ്റെ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും അത് തന്നെയാണ്. എങ്കിലും ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. ഒരു പീഡനം നടന്നാൽ, ഒരു സംഭവം ഇത്തരത്തിൽ നടന്നാൽ 3-4 വർഷം കഴിഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടൊരു കാര്യവുമില്ല. അവരുടെ കൺസേൺറ്റോടുകൂടി ഇരുവരും നല്ല ടേംസിലിരുന്ന സമയത്ത് അവർ ശാരീരികമായി വഴങ്ങിക്കൊടുത്തിട്ട് പിന്നീട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഏതെങ്കിലും കാര്യത്തിൽ സംഭവിക്കുമ്പോൾ അതൊരു പീഡന പരാതിയാക്കി കൊണ്ടുവരുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ഇതൊരു വേടനോട് അനുകൂലമായ രീതിയിൽ ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് കരുതരുത്. കാരണം അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങളോ അയാളുടെ മറ്റുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ടറിവുള്ളത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആ വ്യക്തിയോട് യാതൊരു താല്പര്യവുമില്ല. അയാളുടെ കലാകാരനെ വിട്ടേക്കോ, കലാകാരനൊക്കെ പിന്നെ വരുന്ന കാര്യമാണ്. കലാകാരന്മാരെന്ന് പറയുന്നത് എന്തിനും ചെയ്യാനുള്ള എന്ത് തെറ്റും കണ്ടാൽ അല്ലെങ്കിൽ ചെയ്താൽ അത് കണ്ണടച്ച് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു ലൈസൻസിന് നൽകേണ്ട പേരല്ല കലാകാരൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ എനിക്ക് പറയേണ്ടി വരുന്നത് വേടനോടൊപ്പം തന്നെയാണ്. കാരണം 4-5 വർഷം കഴിഞ്ഞിട്ട് പറയുന്ന ഒരു പരാതിക്ക് അത് പീഡനമെന്നല്ല പറയേണ്ടത്, ബ്ലാക്ക് മെയിലിംഗ് എന്നാണ്. അത്രേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. അൻസു ടോക്കീസിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം ഹരി കുമാർ ഗോവിന്ദൻ.